Hi students, welcome to the 10th and 12th lecture of Engineering Mechanics. So കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് അല്ലെങ്കിൽ നമ്മൾ കുറച്ച് പ്രോബ്ലംസ് ആണ് നോക്കിയത്. മൊമെന്റ് ഓഫ് എ ഫോഴ്സിൻ്റെ കുറച്ച് പ്രോബ്ലംസ് നമ്മൾ നോക്കിയിരുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള രണ്ടു പ്രോബ്ലം ആയിരുന്നു നോക്കിയത് നമ്മൾ. സോ ഈ ലെക്ചറിൽ നമ്മൾ കുറച്ചും കൂടെ പ്രോബ്ലംസ് നോക്കാൻ പോവാണ്. ഫസ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോവാം. 3 forces 200 Newton, 300 Newton and 400 Newton act along 3 sides of an equilateral triangle taken in order. Find the magnitude and the line of action of the resultant force. So ഇതിനകത്ത് മൂന്ന് ഫോഴ്സുകൾ ത്രീ സൈഡ്സ് ഓഫ് എൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ, അത് സെയിം മോഡലാണ്. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താ, അതിൻ്റെ എല്ലാ ആംഗിളും സെയിം ആയിരിക്കും, എല്ലാ എന്താ പറയുക സൈഡ്സും സെയിം ആയിരിക്കും. ഓക്കെ, ആംഗിളും സെയിം ആണ്, സൈഡ്സും സെയിം ആണ്. സോ ഇങ്ങനൊരു ഫോഴ്സ് സിസ്റ്റം ഉണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡും ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ദ റിസൾട്ടൻറ്റ് ഫോഴ്സാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഇക്വിലിബ്രിയം കണ്ടീഷനിലാണെന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഇക്വിലിബ്രിയം കണ്ടീഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ റിസൾട്ടൻറ്റ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയായിരിക്കും എന്ന് അറിയായിരിക്കും നമുക്ക്. അപ്പോൾ നോക്കാം. സോ ഫസ്റ്റ് എന്തായിരുന്നു ചെയ്യേണ്ടത്? ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് റിസൾട്ടൻറ്റ് ഫോഴ്സ് കണ്ടുപിടിക്കുക. ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾ എക്സാമിന് എഴുതുന്നു വേണ്ട, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് മാത്രം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറയുന്നതേ ഉള്ളൂ. ഓക്കെ, സ്റ്റെപ്പ് 1 ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് റിസൾട്ടൻറ്റ് ഫോഴ്സ് കണ്ടുപിടിക്കണം. സോ റിസൾട്ടൻറ്റ് ഫോഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാം? ഫൈൻഡ് ദ സം ഓഫ് ഓൾ ദ ഹൊറിസോണ്ടൽ കോമ്പണൻറ്റ് ഓഫ് ഫോഴ്സസ് ആൻഡ് ഓൾസോ സം ഓഫ് ഓൾ ദ വെർട്ടിക്കൽ കോമ്പണൻറ്റ് ഓഫ് ഫോഴ്സസ് കണ്ടുപിടിക്കാം. സോ സം ഓഫ് ഓൾ ദ ഹൊറിസോണ്ടൽ കോമ്പണൻറ്റ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സിഗ്മ എഫ് എച്ച് അല്ലെങ്കിൽ സിഗ്മ എഫ് എക്സ്. എക്സ് കോമ്പണൻറ്റ് എന്ന് പറയുന്നത് 200. എന്താ പറയുക, 200 എന്ന് പറയുന്നത് എക്സ് ഡയറക്ഷനിൽ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ്. അത് പ്ലസ് 300 അല്ലെങ്കിൽ ആഡ് ചെയ്യുക 300ൻ്റെ എക്സ് കോമ്പണൻറ്റും 400ൻ്റെ എക്സ് കോമ്പണൻറ്റും. ഓക്കെ, സോ ഇവിടെ 300ൻ്റെ എക്സ് കോമ്പണൻറ്റ് എന്ന് പറയുന്നത് നെഗറ്റീവ് എക്സ് ഡയറക്ഷനിലാണ് വരിക. കാരണം 300 അപ്വേർഡ് ഡയറക്ഷൻ ഈ ഡയറക്ഷനാണുള്ളത്. അതിൻ്റെ എക്സ് കോമ്പണൻറ്റ് എന്ന് പറയുന്നത് നെഗറ്റീവ് എക്സ് ഡയറക്ഷനിലാണ് വരിക. സോ അതുകൊണ്ട് തന്നെ നമുക്കറിയാം -300 എന്ത് വരും? cos 60. ഓക്കെ, ഇത് ആംഗിൾ ഇങ്ങനെയാണുള്ളതുകൊണ്ട് അതുകൊണ്ട് ഇതിൻ്റെ എക്സ് കോമ്പണൻറ്റ് എന്ന് പറയുന്നത് -300 cos 60 ആയിരിക്കും. അതുപോലെ തന്നെ 400 എന്ന് പറയുന്നത് ഈ ഡൗൺവേർഡ് ഡയറക്ഷനിലാണുള്ളത്. അതിൻ്റെ എക്സ് കോമ്പണൻറ്റ് എന്ന് പറയുന്നത് എന്താ വരിക? 400 cos 60 വരും. ഓക്കെ, ഈ ആംഗിളാണ്. ഇതിപ്പോൾ നേരെ താഴെ ഇങ്ങനെ വരച്ച് നോക്കിയാലും ഈ ഇവിടെയുള്ള ആംഗിൾ തന്നെയായിരിക്കും 400 എന്ന് പറയുന്നത്. അത് മേലേക്ക് എടുത്ത് വരയ്ക്കണം. മനസ്സിലായല്ലോ? അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ ഇപ്പം 400 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ താഴേക്ക് പോകും. ഓക്കെ, അപ്പോൾ ഇവിടെ ഹൊറിസോണ്ടലായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ 60 ആണ്. അപ്പോൾ ഇതിൻ്റെ എക്സ് കോമ്പണൻറ്റ് എന്ന് പറയുന്നത് 400 cos 60 ആയിരിക്കും വരെ. ഈ ഡയറക്ഷനിൽ, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നെഗറ്റീവ് എക്സ് ഡയറക്ഷനിൽ വരും. സോ -400 cos 60 എന്ന് വരും. ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആഡ് ചെയ്യുമ്പോൾ 200 -150, ഇത് 150 എന്ന് കിട്ടും, -200 എന്ന് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു -150 ന്യൂട്ടൺ എന്ന് വരും. ഓക്കെ, -150 ന്യൂട്ടൺ. സോ അതുപോലെ തന്നെ ഫൈൻഡ് ദ സം ഓഫ് ഓൾ ദ വെർട്ടിക്കൽ കോമ്പണൻറ്റ് ഓഫ് ഫോഴ്സസ്. വെർട്ടിക്കൽ കോമ്പണൻറ്റ് എന്ന് പറയുന്നത് എങ്ങനെ വരും? ഇവിടെ 200ന് വെർട്ടിക്കൽ കോമ്പണൻറ്റ് ഇല്ല, അല്ലെങ്കിൽ വെർട്ടിക്കൽ കോമ്പണൻറ്റ് ഓഫ് 200 എന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ 400ൻ്റെയും 300ൻ്റെയും മാത്രം വെർട്ടിക്കൽ കോമ്പണൻറ്റ് നോക്കിയാൽ മതി. 400ൻ്റെ വെർട്ടിക്കൽ കോമ്പണൻറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡൗൺവേർഡ്സ് ആയിരിക്കും വരുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് 400 sin 60 എന്ന് പറയുന്നത് മൈനസ് ആയിട്ട് എടുക്കും, -400 sin 60. അതുപോലെ തന്നെ 300ൻ്റെ വെർട്ടിക്കൽ കോമ്പണൻറ്റ് എന്ന് പറയുന്നത് അപ്വേർഡ് ആയിരിക്കും. സോ ദാറ്റ് ഈസ് +300 sin 60 എന്ന് വരും. ഓക്കെ, ഇതൊന്ന് വരച്ചിട്ട് നോക്കിയിട്ട് ചെയ്യണം, അതില്ലെങ്കിൽ ഡൗട്ട് വരും. ഓക്കെ, വരച്ച് നോക്കി ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. എക്സ് കോമ്പണൻറ്റും അല്ലെങ്കിൽ എക്സ് കോമ്പണൻറ്റും വൈ കോമ്പണൻറ്റും എടുക്കുന്നത് ക്ലിയർ ആയിട്ട് അതിനകത്ത് മനസ്സിലാവും. ഓക്കെ, സോ അതൊന്ന് ചെയ്ത് നോക്കണം. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും -86.6 ന്യൂട്ടൺ എന്ന് കിട്ടും. സോ ഹൊറിസോണ്ടൽ കോമ്പണൻറ്റ് എന്ന് പറയുന്നത് -150 ആണ്, വെർട്ടിക്കൽ കോമ്പണൻറ്റ് എന്ന് പറയുന്നത് -86.6 ന്യൂട്ടൺ ആണ്. സോ റിസൾട്ടൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും? √(fx²) അല്ലെങ്കിൽ (fh²) + (fp²). സോ ദാറ്റ് മീൻസ് -150² + -86.6² എന്ന് കിട്ടും. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 173.2 ന്യൂട്ടൺ എന്ന് കിട്ടി. സോ നമുക്ക് അതിൻ്റെ റിസൾട്ടൻറ്റ് ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടി. ദെൻ ഇനി എന്താ ചെയ്യേണ്ടത്? അതിൻ്റെ ഏത് ക്വാഡ്രൻറ്റിലാണ് റിസൾട്ടൻറ്റ് ആക്ട് ചെയ്യുന്നത് കണ്ടുപിടിക്കണം.
ഇവിടെ സിഗ്മ എഫ് എച്ചും സിഗ്മ എഫ് ഇയും ഇപ്പോൾ രണ്ടും നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് തേർഡ് ക്വാഡ്രൻറ്റിലാണ് ആക്ട് ചെയ്യുക. ഓക്കെ, രണ്ട് നെഗറ്റീവ് ആയതുകൊണ്ട് തേർഡ് ക്വാഡ്രൻറ്റിലാണ് എക്സും വൈയും നെഗറ്റീവ് ആയിട്ടുള്ളത്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇൻക്ലിനേഷൻ കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? ഇൻക്ലിനേഷൻ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇൻക്ലിനേഷൻ ഓഫ് ദ റിസൾട്ടൻ്റ് വിത്ത് ഹൊറിസോണ്ടൽ എന്ന് പറയുന്നത് തീറ്റ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് സിഗ്മ എഫ് ഇ ബൈ സിഗ്മ എഫ് എച്ച് ആണ്. അതായത് ടാൻ ഇൻവേഴ്സ് 86.6 ബൈ 150. ഇവിടെ എന്താ പറയുക, ഡിറ്റർമിനൻറ്റ് പോലെ എടുക്കുന്നത് എന്താണെന്ന് കാരണം വെച്ചാൽ ഇവിടെ നെഗറ്റീവ് എടുക്കുന്നില്ല. കാരണം 86.6ഉം 150യും സൈൻ ഇല്ലാണ്ടാണ് നമ്മൾ എടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ എന്ത് എടുക്കും? 30 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, 30 ഡിഗ്രി വിത്ത് ദ ഹൊറിസോണ്ടലാണ്. ഓക്കെ, മനസ്സിലായല്ലോ. സോ നമുക്ക് സിഗ്മ എഫ് എച്ചും സിഗ്മ എഫ് ഇയും നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ ദ റിസൾട്ടൻ്റ് ഈസ് ഇൻ ദ തേർഡ് ക്വാഡ്രന്റ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, സോ തേർഡ് ക്വാഡ്രന്റിലായതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന തീറ്റ എന്ന് പറയുന്നത് ഈ ഹൊറിസോണ്ടൽ ആക്സിസുമായിട്ടുള്ള തീറ്റയാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അങ്ങനെ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് തീറ്റ ആർ ഇസ് ഈക്വൽ ടു 180 പ്ലസ് തീറ്റ എന്ന് എഴുതണം. കാരണം 180 എന്ന് പറയുന്നത് ഈ ഒരു ഫസ്റ്റും സെക്കൻഡും ക്വാഡ്രന്റ് ആഡ് ചെയ്താൽ കിട്ടുന്ന ആംഗിളാണ്, പ്ലസ് അതിന് താഴേക്കുള്ള തീറ്റ. ഓക്കെ, അതാണ് കിട്ടുക. 180 പ്ലസ് 30 എന്ന് പറഞ്ഞാൽ 210 ഡിഗ്രി വരും. അതാണ് തീറ്റ ആറായിട്ട് വരുന്നത്. ഓക്കെ, അതായത് ഇവിടെ നിന്ന് മുതൽ ഇവിടെ വരെയുള്ള ഈ ഒരു ആംഗിൾ, ഈ ഒരു എക്സ് ആക്സിൽ നിന്ന് ഇവിടെ വരെയുള്ള ഈ ആംഗിളാണ് 210 ഡിഗ്രി എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ നമുക്ക് ഈ 30 ഡിഗ്രി എക്സ് ആക്സിന് താഴോട്ട് എടുത്തിട്ട് വരയ്ക്കാം. ഓക്കെ, ഇങ്ങനെ വരച്ചാലും മതി. സോ ഈ തീറ്റ ആർ എന്ന് പറയുന്നത് ഈ എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ്. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 180 പ്ലസ് തീറ്റ എന്ന് എഴുതുന്നത്. ഇവിടെ എത്രയാണോ തീറ്റ കിട്ടിയത്, ഇത് ഏത് ക്വാഡ്രന്റിലാണോ വരുന്നത്, അതിനനുസരിച്ചിട്ട് ഇവിടെ തീറ്റ ആറ് കിട്ടും. തീറ്റ ആറ് എന്ന് പറയുന്നത് നമ്മുടെ എക്സ് ആക്സുമായിട്ട് റിസൾട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ്. ഓക്കെ, ഈ ഒരു ആംഗിൾ. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന തീറ്റ എന്ന് പറയുന്നത് ഈ ഒരു തീറ്റ മാത്രമാണ്. സോ നമുക്ക് വേണമെങ്കിൽ 180 പ്ലസ് തീറ്റ എന്ന് പറഞ്ഞിട്ട് ടോട്ടൽ തീറ്റ ആറ് എടുക്കാം. അല്ലെങ്കിൽ തീറ്റ എന്ന് പറയുന്നത് താഴെ കൊടുത്തിട്ട് 30 ഡിഗ്രിന്ന് ഇവിടെ കൊടുക്കുകയും ചെയ്യാം. എങ്ങനെയായാലും കറക്റ്റാണ്, തെറ്റില്ല. സോ നമുക്ക് അതിനകത്ത് എന്താ പറയുക, തേർഡ് ക്വാഡ്രന്റിലാണ് ഉള്ളതെന്ന് മനസ്സിലായി. പിന്നെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടി, റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടി. ഇനി ഏത് പോയിന്റിലാണ്, എവിടെയാണ്, എത്ര ഡിസ്റ്റൻസ് കഴിഞ്ഞിട്ടാണ് ആക്ട് ചെയ്യുന്നത് അറിയണം. കാരണം ഈ ഒരു സിസ്റ്റം ഓഫ് ഫോഴ്സിൻ്റെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് നമുക്ക് പ്രത്യേകിച്ചൊരു പ്ലേസ് എവിടെയാണ് ആക്ട് ചെയ്യുന്നത് പറയാൻ പറ്റില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ എക്സാക്റ്റ് പൊസിഷൻ കണ്ടുപിടിക്കണം. പൊസിഷൻ കണ്ടുപിടിക്കാൻ ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ചിട്ട് ഒരു മൊമെൻ്റ് എടുക്കുക. അതെങ്ങനെയാണെന്ന് പറയാം. അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് ടേക്ക് മൊമെൻറ്റ് ഓഫ് ഓൾ ദ ഫോഴ്സസ് അബൌട്ട് പോയിന്റ് എ. ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എഴുതണമെന്നില്ല, ഞാൻ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാണിക്കുന്നതാണ്. സോ ടേക്ക് മൊമെൻറ്റ് ഓഫ് ഓൾ ദ ഫോഴ്സസ് അബൌട്ട് എ. ഒരു പെർട്ടിക്കുലർ പോയിന്റ്, ഇപ്പോൾ എ എന്നുള്ള പോയിന്റ് വെച്ചിട്ടുള്ളൊരു മൊമെൻറ്റ് എടുക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സി എന്നുള്ള പോയിന്റ് വെച്ചിട്ട് മൊമെൻറ്റ് എടുക്കാം. അങ്ങനെയാണെങ്കിൽ റിസൾട്ടൻറ്റും സി എന്നുള്ള പോയിന്റ് വെച്ചിട്ട് മൊമെൻറ്റ് എടുക്കേണ്ടി വരും. ഓക്കെ, സോ നമ്മളിപ്പം അസ്യൂം ചെയ്യാൻ എ എന്നുള്ള പോയിന്റ് വെച്ചിട്ടൊരു മൊമെൻറ്റ് എടുക്കുന്നു. മൊമെൻറ്റ് ഓഫ് ഓൾ ദ ഫോഴ്സസ് അബൌട്ട് എ. ഓക്കെ, മൊമെൻറ്റ് ഓഫ് ഓൾ ദ ഫോഴ്സസ് അബൌട്ട് എ. സോ ഇതിൻ്റെ മൊമെൻറ്റ് എന്താ പറയുക, ഇത്രയും സിസ്റ്റം ഓഫ് ഫോഴ്സിൻ്റെ മൊമെൻറ്റ് അബൌട്ട് എ എന്താണ് വരിക? ഈ ഒരു 400 ന്യൂട്ടൺ എന്ന ഫോഴ്സിന് എ എന്നുള്ള പോയിന്റ് വെച്ചിട്ട് മൊമെൻറ്റ് ഉണ്ടാവുമോ? ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഒരു ഫോഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ ഈ മൊമെൻറ്റ് സെൻറ്റർ, അതായത് നമ്മൾ എ ആണ് മൊമെൻറ്റ് സെൻറ്റർ, മൊമെൻറ്റ് സെൻറ്ററിൽ കൂടിയാണ് പാസ് ചെയ്യുന്നതെങ്കിൽ ആ ഫോഴ്സിന് ആ സെൻറ്ററുമായിട്ട് ഒരു മൊമെൻറ്റ് ഉണ്ടാവില്ല. അതായത് ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് മൊമെൻറ്റ് സെൻറ്ററിൽ കൂടിയാണ് പാസ് ചെയ്യുന്നതെങ്കിൽ ആ ഫോഴ്സിന് ആ മൊമെൻറ്റ് സെൻറ്ററുമായിട്ട് ഒരു മൊമെൻറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. സോ ഇവിടെ 400 എന്ന് പറയുന്നത് എയിലൂടെയാണ് പാസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 200 എന്ന് പറയുന്നതും അതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ എയിലൂടെയാണ്. അതുകൊണ്ട് 400നും 200നും എ എന്നുള്ള പോയിന്റ് വെച്ചിട്ട് മൊമെൻറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ സി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പറ്റും. സി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 400നും 300നും ഈ സി എന്നുള്ള പോയിന്റ് വെച്ചിട്ട് ഒരു മൊമെൻറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. അതുപോലെ എ എന്നുള്ള പോയിന്റിൽ 400നും 200നും ഒരു മൊമെൻറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. പിന്നെ ആകെപ്പാട് ഉണ്ടാക്കാൻ പറ്റുന്ന മൊമെൻറ്റ് ഏതാ? 300 എന്നുള്ള ന്യൂട്ടൺ എന്നുള്ള ഫോഴ്സിന് എ എന്നുള്ളൊരു സെൻറ്റർ വെച്ചിട്ട് മൊമെൻറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താ വരിക? 300 മൾട്ടിപ്ലൈഡ് ബൈ ഈ ഡിസ്റ്റൻസ്. അല്ലെങ്കിൽ നമുക്ക് 300ൻ്റെ വെർട്ടിക്കൽ കോമ്പണൻ്റ് എടുത്തിട്ട് മൾട്ടിപ്ലൈഡ് ബൈ എ ബി എന്നും ചെയ്യാൻ പറ്റും. അത് 300ൻ്റെ വെർട്ടിക്കൽ കോമ്പണൻ്റ് എന്ന് പറയുന്നത് എ ബിക്ക് പെർപെൻഡിക്കുലർ ആണ്.
എ ബി എന്ന്, അല്ലെങ്കിൽ അപ്പം എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് 300 sin 60 ആയിരിക്കില്ലേ. സോ 300 sin 60 മൾട്ടിപ്ലൈഡ് ബൈ എ ബി ആയിരിക്കും 300 എയുമായിട്ടുണ്ടാക്കുന്ന മൊമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, വളരെ എളുപ്പമാണ്. 300 എയുമായിട്ടുള്ള മൊമെൻ്റ് എന്ന് പറയുന്നത് 300ൻ്റെ വെർട്ടിക്കൽ കോമ്പണൻറ്റ് മൾട്ടിപ്ലൈഡ് ബൈ ഈ എ ബി എന്നുള്ള ഡിസ്റ്റൻസ്. കാരണം നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസ്, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ് ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നതിന്. ഓക്കെ, സോ നമുക്കങ്ങനെ കിട്ടും 300 sin 60 മൾട്ടിപ്ലൈഡ് ബൈ എ ബി. സോ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോക്ക് വൈസ് ആണോ കൗണ്ടർ ക്ലോക്ക് വൈസ് ആണോ? ഇവിടെ എന്ന് പറയുന്നത് കൗണ്ടർ ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണ്. കാരണം എ ബി എന്നുള്ള ഒരു ഫോഴ്സ് എന്ന് പറയുന്നത്, എ ബി എന്നുള്ള ഡിസ്റ്റൻസിൽ ഇവിടെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നാൽ 300 sin 60 ആക്ട് ചെയ്യുന്നാൽ എ വെച്ചിട്ട് ഇത് റൊട്ടേറ്റ് ചെയ്യുക ഈ ഒരു ഡയറക്ഷനിലാണ്, അല്ല ഇങ്ങനെയല്ല റൊട്ടേറ്റ് ചെയ്യാതെ എന്ന് പറഞ്ഞാൽ എന്താ, അത് കൗണ്ടർ ക്ലോക്ക് വൈസ് അല്ലേ അത്. ഓക്കെ, അത് കൗണ്ടർ ക്ലോക്ക് വൈസ് അല്ലേ. സോ കൗണ്ടർ ക്ലോക്ക് വൈസിലാണ് അത് റൊട്ടേറ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ കൗണ്ടർ ക്ലോക്ക് വൈസ് എന്ന് പറയുന്നത് നമ്മൾ നെഗറ്റീവായിട്ട് എടുക്കുന്നു. നമുക്ക് കൗണ്ടർ ക്ലോക്ക് വൈസ് എന്ന് പറയുന്നത് നെഗറ്റീവായിട്ട് എടുക്കുന്നു, ക്ലോക്ക് വൈസ് എന്ന് പറയുന്നത് പോസിറ്റീവ് മൊമെൻ്റ് ആയിട്ട് എടുക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സിഗ്മ എം എ എന്ന് പറഞ്ഞാൽ സം ഓഫ് ദ മൊമെൻറ്റ് ഓഫ് ഓൾ ദ ഫോഴ്സസ് അബൌട്ട് എ എന്ന് പറയുന്നത്, സം ഓഫ് ദ മൊമെൻറ്റ് ഓഫ് ഓൾ ദ ഫോഴ്സസ് അബൌട്ട് എ എന്ന് പറയുന്നത് -300 sin 60 മൾട്ടിപ്ലൈഡ് ബൈ എ ബി which is equal to -259.81 multiplied by AB എന്ന് കിട്ടും. ഓക്കെ, സോ അപ്പോൾ നമുക്ക് എന്താ പറയുക, ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മൊമെൻ്റ് എടുത്തു. മൊമെൻ്റ് എന്ന് പറയുന്നത് -359.81 ഇൻറ്റു എ ബി എന്ന് വരും. എ ബി എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിസ്റ്റൻസ് അറിയില്ല. ഓക്കെ, ആ ഡിസ്റ്റൻസ് എത്രയാണെന്ന് അറിയില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ എ ബി എന്ന് തന്നെ എഴുതിയാൽ മതി. ഇനി നമുക്ക് വാരിഗ്നൻസ് പ്രിൻസിപ്പിൾ പ്രകാരം നമ്മൾ പറയുന്നത് എന്തായിരുന്നു പറയാം, സം ഓഫ് ദ മൊമെൻറ്റ് ഓഫ് ഓൾ ദ ഫോഴ്സസ് അബൌട്ട് എ പർട്ടിക്കുലർ പോയിന്റ് ഓർ മൊമെൻറ്റ് സെൻറ്റർ വിച്ച് ഇസ് ഈക്വൽ ടു ദ റിസൾട്ടൻ്റ് മൊമെൻറ്റ് ഓഫ് ദ റിസൾട്ടൻ്റ് അബൌട്ട് ദ സെയിം പോയിന്റ് അല്ലേ. അതായത് ഈ കിട്ടിയിരിക്കുന്ന -259.81 മൾട്ടിപ്ലൈഡ് ബൈ എ ബി എന്നുള്ള വാല്യൂ തന്നെ ആയിരിക്കും ഈ റിസൾട്ടൻ്റ്, അതായത് എയുമായിട്ടുണ്ടാക്കുന്ന മൊമെൻറ്റ്. ഓക്കെ, സോ റിസൾട്ടൻ്റ് എയുമായിട്ടുണ്ടാക്കുന്ന മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, റിസൾട്ടൻ്റ് ഫോഴ്സ് മൾട്ടിപ്ലൈഡ് ബൈ എയിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. സോ റിസൾട്ടൻ്റ് ഫോഴ്സ് R ആണെങ്കിൽ R മൾട്ടിപ്ലൈഡ് ബൈ അവിടുന്ന് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് X ആണെങ്കിൽ R മൾട്ടിപ്ലൈഡ് ബൈ X ആയിരിക്കും മൊമെൻറ്റ് ഓഫ് ദ റിസൾട്ടൻ്റ് അബൌട്ട് എ എന്ന് പറയുന്നത്. സോ റിസൾട്ടൻ്റ് ഫോഴ്സിൻ്റെ എവിടെയാണ് ആക്ട് ചെയ്ത് നമുക്കറിയില്ല, അത് നമ്മൾ അസ്യൂം ചെയ്യുന്നു എ എന്നുള്ള പോയിന്റിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എക്സിലാണ്, എക്സ് എന്നുള്ള സ്ഥലത്താണ്, അല്ലെങ്കിൽ ആ ഇതിൽ കൂടിയാണ്, ആ ലൈൻ ഓഫ് ആക്ഷനിൽ കൂടിയാണ് ഈ നമ്മുടെ റിസൾട്ടൻ്റ് ആക്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ റിസൾട്ടൻ്റ് മൾട്ടിപ്ലൈഡ് ബൈ എക്സ് എന്ന് പറയുന്നത് റിസൾട്ടൻ്റ് എയുമായിട്ടുണ്ടാക്കുന്ന മൊമെൻ്റ് ആയിരിക്കും. ഓക്കെ, സോ മൊമെൻറ്റ് ഓഫ് ദ നമുക്കറിയാം വാരിഗ്നൻസ് വരും പ്രകാരം സം ഓഫ് ദ മൊമെൻറ്റ്സ് ഓഫ് ഓൾ ദ ഫോഴ്സ് അബൌട്ട് എ വിച്ച് ഇസ് ഈക്വൽ ടു മൊമെൻറ്റ് ഓഫ് ദ റിസൾട്ടൻ്റ് അബൌട്ട് ദാറ്റ് പോയിന്റ് എ. സോ സിഗ്മ എം എന്ന് പറയുന്നത് R ഇൻറ്റു എക്സ് എന്ന് വരും, ഓർ എക്സ് ഈക്വൽ ടു സിഗ്മ എം എ ബൈ ആർ എന്ന് വരും. അതായത് 259.81 മൾട്ടിപ്ലൈഡ് ബൈ എ ബി വിച്ച് ഇസ് ഈക്വൽ ഡിവൈഡ് ബൈ 173.2 എന്ന് പറയുന്നത് 1.5 എ ബി എന്ന് വരും. ഓക്കെ, അതായത് എക്സ് എന്നുള്ളത് 1.5 എ ബി ആണ്. എ ബി എത്രയാണെങ്കിലും 1.5 എ ബി ഡിസ്റ്റൻസിൽ 30 ഡിഗ്രി ആംഗിളിൽ തേർഡ് ക്വാഡ്രൻറ്റിൽ കൂടെ പാസ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് റിസൾട്ടൻ്റ് ആക്ട് ചെയ്യുന്ന പൊസിഷൻ കിട്ടി, എത്ര ഡിസ്റ്റൻസിലാണ് ആക്ട് ചെയ്യുന്നത് കിട്ടി, മാഗ്നിറ്റ്യൂഡ് കിട്ടി, അതിൻ്റെ ക്വാഡ്രൻ്റ് ഏതാണെന്ന് കിട്ടി. സോ ഇത്രയാണ് സിമ്പിളായിട്ട് ഇതിനകത്ത് ചെയ്യാനുള്ളത്. വളരെ സിമ്പിളാണ്. ഇതുപോലൊരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം റിസൾട്ടൻ്റ് കണ്ടുപിടിക്കുക, എന്നിട്ട് റിസൾട്ടൻ്റ് ആക്ട് ചെയ്യുന്ന പോയിന്റ് കണ്ടുപിടിക്കുക. സോ ഇങ്ങനെ വെച്ചിട്ട് മൊമെൻ്റ് എടുത്തിട്ട്, ഓക്കെ, റിസൾട്ടൻ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് ഏത് ക്വാഡ്രൻ്റാണ് ആക്ട് ചെയ്യുന്നത് മനസ്സിലാവും. പിന്നെ ആംഗിൾ കണ്ടുപിടിക്കുക, എന്നിട്ട് അത് അതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ മൊമെൻ്റ് എടുത്തിട്ട് കണ്ടുപിടിക്കുക. വളരെ സിമ്പിളായിട്ടുള്ള പ്രോബ്ലം അല്ലേ, ഇതൊന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു പ്രോബ്ലം നോക്കാം. സോ ഇതിനകത്ത് എ യൂണിഫോം വീൽ 60 cm diameter weighing 1000 Newton rest against a rectangular obstacle 15 cm height as shown in the figure. Find the least force required which when acting through the center of the wheel will just turn the wheel
over the corner A of the block. Also find the reaction of the block. അതായത് നമുക്കൊരു ചെറിയൊരു ബോൾ ഇവിടെ ഉണ്ട്, അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 1000 ന്യൂട്ടൺ ആണ്. ഇവിടെ ഒരു ഒബ്സ്റ്റാക്കിൾ എന്ന് പറയുന്നത് ചെറിയൊരു ഒബ്സ്റ്റാക്കിൾ ഉണ്ട് 15 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഈ ബോളിനെ ഈ ഒരു ആംഗിളിൽ പി എന്നുള്ളൊരു ഫോഴ്സ് നമ്മൾ കൊടുക്കുന്നു. എന്നിട്ട് എത്ര ഫോഴ്സ്, മിനിമം എത്ര ഫോഴ്സ് ഉണ്ടായാലാണ് ഇത് ജസ്റ്റ് മേലേക്ക് മൂവ് ചെയ്യുക. ഓക്കെ, which acting through find the least force required, which when acting through the center of the wheel will just turn the wheel over the corner A of the block. ഇവിടെ നിന്ന് ചെറുതായിട്ടൊന്ന് പൊക്കാൻ ആവശ്യമായ മിനിമം ഫോഴ്സിനെയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളത്. സോ മിനിമം ഫോഴ്സ് കൊണ്ട് ഇത് ചെറുതായിട്ട് പൊങ്ങുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്? അതിൻ്റെ കറൻ്റിലെ ആയിട്ടുള്ള ഈക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് അത് മാറുക എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോഴും ഈക്വിലിബ്രിയം പൊസിഷനാണ് നിൽക്കുന്നതെങ്കിൽ, സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ആ ഈക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് ജസ്റ്റ് അത് ഡീവിയേറ്റ് ചെയ്യുന്നു. ആ ഒരു ഫോഴ്സാണ്, അല്ലെങ്കിൽ എപ്പോഴാണ് ഏത് ഫോഴ്സിൽ വരുമ്പോൾ, ഈ ഫോഴ്സ് എന്ന് പറയുന്ന മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ പി എന്നുള്ള പിയുടെ മാഗ്നിറ്റ്യൂഡ് ഏത് വാല്യൂ എത്തുമ്പോഴാണ് അത് സംഭവിക്കുന്നത്. ഓക്കെ, അതായത് ഇപ്പം ഏത് ചെറിയ മിനിമം ഫോഴ്സ് കൊടുത്താലാണ് ചെറുതായിട്ടൊന്ന് മാറുക, അതാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളത്. സോ ഇതിന് എങ്ങനെയാണ് ചെയ്യേണ്ടത്? നമുക്ക് ആദ്യം ഇവിടെ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. എ എന്നുള്ള പോയിന്റിലാണ് ഇത് കോണ്ടാക്ട് ചെയ്തിരിക്കുന്നത് മനസ്സിലായി. സി ആണ് അതിൻ്റെ സെൻറ്റർ. പി എന്നുള്ളൊരു ഫോഴ്സ് നമ്മളിവിടെ ആക്ട് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, പി എന്നുള്ളൊരു ഫോഴ്സ് അവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 15 സെൻറ്റിമീറ്റർ ഹൈറ്റ് ആണെന്ന് മനസ്സിലായി. ഇവിടെ ഒരു റിയാക്ഷൻ ഉണ്ടാവില്ലേ? എ എന്നുള്ള പോയിന്റിൽ നമ്മൾ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുമ്പോൾ എ എന്നുള്ള പോയിന്റിൽ ഒരു റിയാക്ഷൻ ഫോഴ്സ് ഉണ്ടാവില്ലേ? ആ റിയാക്ഷൻ ഫോഴ്സാണ് RA എന്ന് വിചാരിക്കുക. റിയാക്ഷൻ അറ്റ് എ, കാരണം ഇവിടെയാണ് നമ്മൾ കോണ്ടാക്റ്റിൽ വരുന്നത്, ഇവിടെ ഒരു റിയാക്ഷൻ ഫോഴ്സ് ഉണ്ടാവും. ഓക്കെ, സോ നമ്മൾ ട്രയാങ്കിൾ ADC കൺസിഡർ ചെയ്യാം. ADC എന്നുള്ള ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. എന്നിട്ട് ഈ ഒരു ആംഗിൾ അല്ലെങ്കിൽ ACD എന്നുള്ള ആംഗിൾ തീറ്റയാണെന്ന് എടുക്കുക. അങ്ങനെയാണെങ്കിൽ CD ബൈ AC എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക? CD ബൈ AC എന്ന് പറയുന്നത് എന്താണ് വരിക? അതാണ് കോസ് തീറ്റ, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഓക്കെ, കോസ് തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. നമ്മൾ ഇതിനകത്ത് നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഇതിനകത്ത് തീറ്റ എന്നുള്ള ആംഗിളാണ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. സോ ഇതിനകത്ത് കോസ് തീറ്റ ഈസ് ഈക്വൽ ടു CD ബൈ AC എന്ന് കിട്ടി. ഇവിടെ CD എന്നുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും വരിക? ഈ ടോട്ടൽ ഡയമീറ്റർ എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ടല്ലേ, 60 സെൻറ്റിമീറ്ററാണ് ഡയമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അതുപോലെ ഒബ്സ്റ്റാക്കിളിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 15 സെൻറ്റിമീറ്ററാണ്. സോ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഇവിടെ ഈ ബി എന്ന സിയിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 30 ആയിരിക്കും. സോ ബി എന്ന് ഡിയിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 15 ആയിരിക്കും. നിങ്ങൾ CD എന്ന് പറയുന്നത് 15 സെൻറ്റിമീറ്റർ ആയിരിക്കുമല്ലോ, 15 സെൻറ്റിമീറ്റർ ആയിരിക്കുമല്ലോ. ഓക്കെ, അതുപോലെ തന്നെ AC എന്ന് പറയുന്നത് എന്താണ്? 30 സെൻറ്റിമീറ്റർ ആണ്, കാരണം അതിൻ്റെ റേഡിയസ് ആണത്. AC എന്ന് പറയുന്നത് ഈ ഹൈറ്റ് തന്നെയാണ് അല്ലേ? സോ AC എന്ന് പറയുന്നത് ഈ ഹൈറ്റ് തന്നെയാണ്, അത് 30 സെൻറ്റിമീറ്റർ ആണ്, അല്ലെങ്കിൽ റേഡിയസ് ഓഫ് ദ സർക്കിളാണ്. സോ കോസ് തീറ്റ എന്ന് പറയുന്നത് വരും CD ബൈ AC ആണ്. CD എന്ന് പറയുന്നത് 15 ആണ്, AC എന്ന് പറയുന്നത് 30 ആണ്, വിച്ച് വിൽ ബി ഈക്വൽ ടു 1/2 എന്ന് കിട്ടും. സോ കോസ് തീറ്റ 1/2 ആണെങ്കിൽ തീറ്റ എന്തായിരിക്കും വരിക? കോസ് ഇൻവേഴ്സ് 1/2 വിൽ ബി ഈക്വൽ ടു 60 ഡിഗ്രി. സോ ഈ ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആണെന്ന് കിട്ടി. വളരെ സിമ്പിൾ ആയിട്ടുള്ള സംഭവമല്ലേ? നമുക്ക് തീറ്റ എന്നുള്ള ആംഗിൾ കണ്ടുപിടിച്ചു. ഇനി വേണ്ടത് നമ്മൾ നോക്കുന്നു. സോ നമുക്കറിയേണ്ടതെന്ന് വെച്ചാൽ പിയുടെ മിനിമം മാഗ്നിറ്റ്യൂഡ് എത്രയാണെന്നുള്ളതാണ്. സോ നമുക്ക് രണ്ട് ഫോഴ്സ് ഇവിടെ ഉണ്ട്, മൂന്ന് ഫോഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? പി എന്നുള്ളൊരു ഫോഴ്സ് ഉണ്ട്, വെയിറ്റ് W ഉണ്ട്, അതുപോലെ തന്നെ RA എന്നുള്ളൊരു റിയാക്ഷൻ ഫോഴ്സും ഉണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ എടുക്കാം ടേക്കിംഗ് ഓൾ ദ മൊമെൻറ്റ്സ് ഓഫ് P ആൻഡ് W അബൌട്ട് A. ഓക്കെ, ഫോഴ്സ്, മൊമെൻറ്റ് ഓഫ് ഫോഴ്സ് P ആൻഡ് W അബൌട്ട് A. ഇവിടെ RA എടുക്കാതെ എന്താണെന്ന് വെച്ചാൽ RA എന്ന് പറയുന്നത് എയിൽ കൂടെ തന്നെയാണ് പാസ് ചെയ്യുന്നത്. സോ നമ്മൾക്ക് എടുക്കേണ്ട ആവശ്യമില്ല, കാരണം ആ പോയിന്റിൽ കൂടി തന്നെ ആയതുകൊണ്ട് തന്നെ RA എയിലൊരു മൊമെൻറ്റ് ഉണ്ടാക്കുന്നില്ല. നമുക്ക് ആകെപ്പാടുള്ള എന്താണ്? വെയിറ്റ് W യും P യും ഒരു മൊമെൻറ്റ് ഉണ്ടാക്കുന്നുണ്ട് A എന്നുള്ള പോയിന്റിൽ.
അല്ലെങ്കിൽ ഫോഴ്സ് പി ആക്ട് ചെയ്യുമ്പോൾ ഇത് റൊട്ടേറ്റ് ചെയ്യുന്നില്ലേ, ഇത് ടെൻസ് ടു റൊട്ടേറ്റ് അല്ലേ. ഈ വെയിറ്റും പിയും കൊണ്ട് ഇതൊരു ചെറിയൊരു ഇക്വിലിബ്രിയത്തിലാണ്. പി എന്നുള്ള ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒരു റെസിസ്റ്റിംഗ് മൊമെൻറ്റും ഉണ്ടാവും, ഈ പി കൊണ്ടുള്ളൊരു അങ്ങോട്ടേക്കുള്ള ടെൻഡൻസി ടു മൂവ് ഒരു മൊമെൻറ്റും ഉണ്ടാവും അല്ലേ. പി എന്ന് പറയുന്നത് ഇതിനെ റൊട്ടേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ വെയിറ്റ് എന്ന് പറയുന്നത് അത് ഓപ്പോസിറ്റ് ആയിട്ടൊരു മൊമെൻറ്റ് ആക്ട് ചെയ്യുന്നുണ്ട്. സോ രണ്ട് മൊമെൻറ്റ് അവിടെ വരില്ലേ, പി ഒരു മൊമെൻറ്റ് ഉണ്ടാക്കുന്നുണ്ട്, അതുപോലെ തന്നെ വെയിറ്റ് ഡബ്ല്യു ഒരു മൊമെൻറ്റ് ഉണ്ടാക്കുന്നുണ്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ മൊമെൻറ്റ് എന്തായിരിക്കും വരിക, സം ഓഫ് ദ മൊമെൻറ്റ്സ് എന്താ വരിക, നമുക്കിവിടെ എടുക്കാം. ക്ലോക്ക് വൈസ് മൊമെൻറ്റ് എന്ന് പറയുന്നത് പോസിറ്റീവായിട്ടും കൗണ്ടർ ക്ലോക്ക് വൈസ് എന്ന് പറയുന്നത് നെഗറ്റീവായിട്ടും എടുക്കാം. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ മൊമെൻറ്റ് ഓഫ് ഓൾ ദ ഫോഴ്സസ് അബൌട്ട് എ എന്ന് പറയുന്നത് പി എയിലേക്ക് ഉണ്ടാക്കുന്ന മൊമെൻറ്റ് എന്താ, പി മൾട്ടിപ്ലൈഡ് ബൈ അതിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ പിയുടെ എ സിക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള കോമ്പണൻറ്റ് മൾട്ടിപ്ലൈഡ് ബൈ എ സി അല്ലേ. പിയുടെ എ സിക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള കോമ്പണൻറ്റ് എന്താ വരിക, പിയും എ സിയുമായിട്ടുള്ള ആംഗിൾ ആൽഫയാണ്. അങ്ങനെയാണെങ്കിൽ ഇതിന് പെർപെൻഡിക്കുലർ, എ സിക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷനിലുള്ള പിയുടെ കോമ്പണൻറ്റ് എന്ന് പറഞ്ഞാൽ പി സൈൻ ആൽഫ ആയിരിക്കും അല്ലേ. നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാവില്ലേ, ഇത് ആൽഫയാണെങ്കിൽ എ സിയുമായിട്ട് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷനിലുള്ള കോമ്പണൻ്റ് എന്ന് പറയുന്നത് പി സൈൻ ആൽഫ ആയിരിക്കും. സിമ്പിളായിട്ട് നോക്കിയാൽ മതി, ഇത് അതിൻ്റെ വെർട്ടിക്കൽ കോമ്പണൻ്റ് ആയിരിക്കും, പിയുടെ വെർട്ടിക്കൽ കോമ്പണൻ്റ് എന്ന് വെച്ചാൽ പി സൈൻ ആൽഫയാണ്. ഓക്കെ, സോ പി സൈൻ ആൽഫ മൾട്ടിപ്ലൈഡ് ബൈ എ സി ആയിരിക്കും പി എയുമായിട്ടുണ്ടാക്കുന്ന മൊമെൻ്റ് എന്ന് പറയുന്നത്. അതെന്തുമായിരിക്കും, എന്ത് ഡയറക്ഷനായിരിക്കും, സോ ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയിരിക്കും. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. നമുക്കതിനെ പോസിറ്റീവായിട്ട് എടുക്കാം. മൈനസ് എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഡബ്ല്യു എയുമായിട്ടുണ്ടാക്കുന്ന മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഡബ്ല്യു മൾട്ടിപ്ലൈഡ് ബൈ ഡബ്ല്യുയും എയുമായിട്ടുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, അതെന്താ എ ഡി ആണ് അല്ലേ. ഡബ്ല്യുയും എയുമായിട്ടുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എ ഡി ആണ്. ഓക്കെ, സോ മൈനസ് ഡബ്ല്യു ഇൻറ്റു എ ഡി ഇതെന്ന് പറയുന്നത് ഇങ്ങനെയാണ് ആക്ട് ചെയ്യുക, അതിങ്ങനെ മൂവ് ചെയ്യുന്ന റൊട്ടേറ്റ് ചെയ്യുന്ന രീതിയിൽ. സോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്, അത് നെഗറ്റീവായിട്ട് എടുക്കുന്നു. മൈനസ് ഡബ്ല്യു ഇൻറ്റു എ ഡി ഈക്വൽ ടു 0 എന്ന് വരും. ഓക്കെ, സോ ഇതിനകത്ത് ചെയ്യുമ്പോൾ എ ഡി ഈക്വൽ ടു എ സി സൈൻ തീറ്റ എന്ന് കിട്ടില്ലേ. സോറി, എന്താ പറയുക, എ ഡി എന്ന് പറയുന്നത് നമുക്കറിയാം. സോറി, ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എ ഡി എന്ന് പറയുന്നത് എന്താണ്, എ ഡിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്താ വരിക, എ സി സൈൻ തീറ്റ എന്ന് എഴുതിക്കൂടെ, അല്ലെങ്കിൽ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എഴുതാം. അല്ലെങ്കിൽ എ ഡി ബൈ എ സി ആണ് സൈൻ തീറ്റ, അല്ലെങ്കിൽ എ ഡി ഈസ് ഈക്വൽ ടു എ സി സൈൻ തീറ്റ എന്ന് എഴുതാം. ഓക്കെ, ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്നതാണ്, എ ഡി സി എന്നുള്ള ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ. സോ അങ്ങനെയുണ്ട്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് എ ഡി ഇൻ ഇക്വേഷൻ, ഇൻ ദിസ് ഇക്വേഷൻ എന്താ വരിക, പി സൈൻ ആൽഫ മൾട്ടിപ്ലൈഡ് ബൈ എ സി മൈനസ് ഡബ്ല്യു ഇൻറ്റു എ സി സൈൻ തീറ്റ. തീറ്റ എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. സോ പി സൈൻ ആൽഫ എന്ന് പറയുന്നത് രണ്ട് സ്ഥലത്തും എ സിയിലുള്ളത് ക്യാൻസൽ ചെയ്ത് പോകും. പി സൈൻ ആൽഫ ഇസ് ഈക്വൽ ടു ഡബ്ല്യു സൈൻ 60 എന്ന് വരും. ഡബ്ല്യു എന്ന് പറയുന്നത് 1000 ആണ്, 1000 സൈൻ 60 എന്ന് വരും, 866 ന്യൂട്ടൺ എന്ന് വരും. ഓക്കെ, സോ പി എന്ന് പറയുന്നത് 866 ഡിവൈഡ് ബൈ സൈൻ ആൽഫ എന്ന് വരും. ഓക്കെ, മനസ്സിലായില്ലേ. സോ ഇങ്ങനെ വരുമ്പോൾ പിയുടെ വാല്യൂ നമുക്ക് കിട്ടി ഇൻ ടേംസ് ഓഫ് ആൽഫ. ആൽഫയുടെ ടേമിൽ പിയുടെ വാല്യൂ നമുക്ക് കിട്ടി. ഞാൻ ചോദിക്കുന്നത് എന്താ, പി മിനിമം ആകുന്ന എപ്പോഴാണെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ പി ടു ബി മിനിമം സൈൻ ആൽഫ ഷുഡ് ബി മാക്സിമം. ഫോർ ദിസ് ആൽഫ ഷുഡ് ബി 90 ഡിഗ്രി. അതായത് ഈ ഇക്വേഷനകത്ത് പിയുടെ വാല്യൂ എപ്പോഴാണ് മിനിമം ആവുക, സൈൻ ആൽഫയുടെ വാല്യൂ മാക്സിമം ആകുമ്പോൾ അല്ലേ. ഓക്കെ, മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ, 1 അല്ലേ. സോ അതെപ്പോഴാണ് വരുന്നത്, 90 സൈൻ 90 ആകുമ്പോഴാണ് മാക്സിമം വാല്യൂ ആകുന്നത്, അല്ലെങ്കിൽ സൈൻ 90 എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, സോ സൈൻ 90 1 ആകുമ്പോൾ പി എന്ന് പറയുന്നത് എന്ത് കിട്ടും, 866 എന്ന് കിട്ടും അല്ലേ. 866 ന്യൂട്ടൺ എന്ന് കിട്ടും പിയുടെ വാല്യൂ. സോ മിനിമം ഫോഴ്സ് റിക്വയർഡ് എന്ന് പറയുന്നത് പി ഈസ് ഈക്വൽ ടു 866 ന്യൂട്ടൺ എന്ന് കിട്ടും. ഓക്കെ, സോ നമുക്ക് മിനിമം ഫോഴ്സ് റിക്വയർഡ് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കിയുള്ളതെന്ന് വെച്ചാൽ റിയാക്ഷൻ അറ്റ് എ കണ്ടുപിടിക്കാനാണ്. ഓക്കെ, സോ റിയാക്ഷൻ അറ്റ് എ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വി ഹാവ് ടു ഡു റിസോൾവിങ് ദ ഫോഴ്സസ് അലോങ് എ സി. എ സി എന്നുള്ള ലൈൻ ഓഫ് ആക്ഷനിൽ
നമ്മൾ റിസോൾവ് ചെയ്യാം. നമ്മൾ ഒന്നുകിൽ എക്സ് ആക്സിൽ റിസോൾവ് ചെയ്യുന്നു, വൈ ആക്സിൽ റിസോൾവ് ചെയ്യുന്നു. അതിന് പകരം എ സി എന്നുള്ള ലൈനിൽ നമ്മൾ റിസോൾവ് ചെയ്യുന്നു. എന്തൊക്കെയാണ് വരിക? എ സി എന്നുള്ള ലൈനിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർ എ എന്നുള്ളൊരു ഫോഴ്സ് ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ആർ എ എന്നുള്ളൊരു ഫോഴ്സ് ഉണ്ട്. പിന്നെ എന്താ ഉള്ളത്? ആർ എക്ക് ഓപ്പോസിറ്റ് ആയിട്ട് പിയുടെ എന്താ പറയുക എക്സ് കോമ്പണൻറ്റ് അല്ലെങ്കിൽ എ സിയുടെ കോമ്പണൻറ്റ് വരും. പിയുടെ എ സി എന്നുള്ള ഡയറക്ഷനിലുള്ള കോമ്പണൻറ്റ് വരും. എന്താ വരിക? പി കോസ് ആൽഫ എന്ന് വരും. കാരണം ഈ ഇതെന്ന് പറഞ്ഞാൽ കോസ് ആൽഫയാണ്. ആർ ഐക്ക് ഓപ്പോസിറ്റ് ആയിട്ടാണ് പിയുടെ എന്താ പറയുക കോമ്പണൻറ്റ് വരുന്നത്. ഓക്കെ, സോ ആർ എ മൈനസ് പി കോസ് ആൽഫ എന്ന് എഴുതാം. മൈനസ് ഡബ്ല്യു, ഡബ്ല്യൂയുടെ എന്ത് ആക്സിസ് ഇതാ വരിക? ഈ ഒരു ഡയറക്ഷനിലല്ലേ വരുന്നത്. അപ്പോൾ ഡബ്ല്യു കോസ് തീറ്റ വരും അല്ലേ? ഡബ്ല്യു കോസ് തീറ്റ വരും. അതും ഈ ആർ എക്ക് ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത്. പി കോസ് ആൽഫയും ഡബ്ല്യു കോസ് തീറ്റയും ആർ എക്ക് ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് ആർ എ മൈനസ് പി കോസ് ആൽഫ മൈനസ് ഡബ്ല്യു കോസ് തീറ്റ എന്ന് എഴുതാം, വിച്ച് ഈസ് ഈക്വൽ ടു 0. അതാണ് നമ്മുടെ ഇക്വിലിബ്രിയം കണ്ടീഷൻ. കാരണം ഇവിടെ 3 ഫോഴ്സുകൾ മാത്രമേ ഉള്ളൂ. ഇക്വിലിബ്രിയം കണ്ടീഷനിലാണെങ്കിൽ പി ആർ എ മൈനസ് പി കോസ് ആൽഫ മൈനസ് ഡബ്ല്യു കോസ് തീറ്റ ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതാൻ പറ്റും. ആൻഡ് ആർ എ ഈസ് ഈക്വൽ ടു 866 കോസ് 90 പ്ലസ് 100 കോസ് 60 എന്ന് വരും. കാരണം നമ്മളിവിടെ മിനിമം ഫോഴ്സ് പി കിട്ടിയിട്ടുണ്ട്, 866 കിട്ടിയിട്ടുണ്ട്. കോസ് എന്ന് പറയുന്നത് ആൽഫ എന്ന് പറയുന്നത് 90 ആകുമ്പോഴാണ് എന്ന് മനസ്സിലായിട്ടുണ്ട്. പ്ലസ് 1000 കോസ് 60 എന്ന് എഴുതാം. തീറ്റ എന്ന് പറയുന്നത് 60 ആയിട്ട് എടുക്കും. തീറ്റ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട് 60 ആണെന്നുള്ളത്. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും റിയാക്ഷൻ അറ്റ് എ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആർ എ എന്ന് പറയുന്നത് 500 ന്യൂട്ടൺ ആണെന്ന്. സോ മിനിമം ഫോഴ്സ് റിക്വയർഡ് എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ 866 ആയിട്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞു. അതുപോലെ തന്നെ ആ സമയത്ത് ഉണ്ടാകുന്ന റിയാക്ഷൻ അറ്റ് എ എന്ന് പറയുന്നത് 500 ന്യൂട്ടൺ ആണെന്ന് കണ്ടുപിടിച്ചു. സോ ഇത്രയാണ് ഈ ഒരു പ്രോബ്ലത്തിൻ്റെ സിമ്പിൾ പ്രോബ്ലമാണ്, പക്ഷേ കുറച്ച് ട്വിസ്റ്റഡ് ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഇതുപോലത്തുള്ള പ്രോബ്ലങ്ങൾ ഒരുപാട് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊന്നും ചെയ്ത് നോക്കണം നിങ്ങൾ. ഓക്കെ, അതൊന്ന് നോട്ടിലേക്ക് എഴുതിയിട്ട് പിന്നെ പഠിക്കണം. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ് ഇത്രയും മതി. ഇത് ഒന്ന് മര്യാദയ്ക്ക് ചെയ്ത് നോക്ക്. നിങ്ങൾ ഇതിൻ്റെ തന്നിരിക്കുന്ന പ്രോബ്ലംസ് ഒക്കെ ഒന്ന് ചെയ്തിട്ട് നോട്ടിലേക്ക് എഴുതിയിട്ട് തന്നെ പഠിക്കുക, എന്നാലേ മനസ്സിലാവുള്ളൂ. ഓക്കെ, സോ ഇത്രയൊക്കെ ചോദിക്കാറുള്ളൂ. ഒരു ടഫുള്ള ക്വസ്റ്റ്യൻസേ ചോദിക്കാറുള്ളൂ. പക്ഷേ ചിലപ്പം നല്ല കട്ടി ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾ ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ഞാൻ പറഞ്ഞിരുന്നു, ബെഞ്ചമിൻ്റെ ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. അത് നിങ്ങൾ എങ്ങനെയെങ്കിലും നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ആണ്. നിങ്ങളിവിടെ വന്നിട്ട് വാങ്ങാൻ ഞാൻ പറയില്ല, കാരണം നിങ്ങൾക്ക് വരാൻ പറ്റിയൊരു സാഹചര്യം ഇപ്പം ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് ആരെങ്കിലും വിട്ടിട്ട് വാങ്ങിപ്പിച്ചാൽ മതി. ഓക്കെ, സോ അതിനകത്ത് കുറേ സോൾവ്ഡ് പ്രോബ്ലംസ് ഉണ്ട്. ഒക്കെ ഒന്ന് ചെയ്ത് നോക്കാം. ഇതൊക്കെ അതിനകത്തുള്ള സോൾവ്ഡ് പ്രോബ്ലം ആണ്. ഇതുപോലത്തെ പ്രോബ്ലംസ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കാം. നമുക്ക് ഒരു നെക്സ്റ്റ് ക്ലാസ്സിൽ വേറൊരു ടോപ്പിക്കായിട്ട് വരാം. താങ്ക് യു.